ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യയല്ല എങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ പിന്നെ നരേന്ദ്രമോദി ഡൽഹിയിലും മറ്റുള്ള സ്ഥലത്തെല്ലാം രാജ്യങ്ങളിലും എല്ലാവിടെയും പോയി ക്രിസ്മസ് ആശംസകൾ നേരുമ്പോൾ അതേ BJPക്കാർ ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ 3-4 സ്റ്റേറ്റുകളിൽ അക്രമങ്ങളും ക്രിസ്മസിനെ അലങ്കോലപ്പെടുത്തുന്ന പരിപാടിയാണ് BJPക്കാർ ചെയ്യുന്നത്. ഇത് തെറ്റായ നടപടിയാണ്. അച്ഛൻ്റെ കൂടെ കിടക്കുകയും വേണം, അമ്മയുടെ പാല് കുടിക്കുകയും വേണം. രണ്ടും കൂടി നടക്കില്ല. കാരണം ക്രിസ്ത്യൻസിൻ്റെ വോട്ട് വേണം, ക്രിസ്ത്യൻസിനെ അപമാനിക്കണം. മുസ്ലിംസിൻ്റെ വോട്ട് വേണം, മുസ്ലിംസിനെ അപമാനിക്കണം. ഈ പദ്ധതി ഒന്ന് നിർത്തി, വർഗീയ കലാപം ഒന്ന് നിർത്തി, ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കുന്നതിനുള്ള അവസരം പിന്നെ BJPക്കാരും സംഘവും ഉണ്ടാക്കി കൊടുക്കണം. അത് നരേന്ദ്രമോദി വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ പ്രധാനമന്ത്രിയും പിന്നെ ഇവിടുത്തെ അമിത്ഷായും അത് വിചാരിക്കുന്നില്ല. അപ്പോൾ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഈ സംഘപരിവാർ RSS സംഘടനകളെ കയറൂരി വിട്ടിരിക്കുകയാണ്. അത് നിർത്തലാക്കി ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വത്തും മുതലിനും ജീവിക്കാനും സ്വൈരവും അവരവരുടെ സമുദായ സംഘടനകളെ അപമാനിക്കുന്ന പരിപാടിയും ചെയ്യുന്നത് തെറ്റാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയായിട്ടാണ് ലോകമെങ്ങും അറിയപ്പെടുന്നത്. ആ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന പരിപാടി ചെയ്യരുത്. ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി BJPക്കാരും കോൺഗ്രസ്സുകാരും CPMകാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം വർഗീയ കലാപം ഉണ്ടാക്കിവിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പദ്ധതി നിർത്തിയില്ലെങ്കിൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ദൈവകോപമുണ്ടാവും. ആ ദൈവകോപത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൂക്കിക്കൊന്നിട്ടും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആളാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ അപമാനിക്കുന്ന പരിപാടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. അത് തെറ്റായ നടപടിയാണ്. അതുകൊണ്ട് സമാധാന ജീവിതത്തിന് വേണ്ടി എല്ലാവരും ആകാംക്ഷിക്കുന്ന ഈ വേളയിൽ ക്രിസ്മസ് ദിനം നന്നായി നടക്കട്ടെ. അപ്പോൾ വർഗീയ കലാപങ്ങൾ ഒഴിവാക്കട്ടെ. എല്ലാവരും ഒരു മനുഷ്യരാണ്. മനുഷ്യരുടെ ഒരു കുടക്കീഴിൽ നിൽക്കണമെന്നാണ് പറയാനുള്ളത്. ആ കുടക്കീഴിൽ നിൽക്കുമ്പോൾ മാത്രമേ മതേതരത്വം, ജനാധിപത്യം, സ്വാതന്ത്ര്യം എല്ലാം ഉണ്ടാവുകയുള്ളൂ. അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും ക്രിസ്മസ് ആശംസകൾ നേരുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. ഈ പരിപാടി കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.